ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടമായ ശ്രുതിയെ തനിച്ചാക്കി ജെൻസൺ മരണത്തിന് കീഴടങ്ങി. കൽപ്പറ്റ വെള്ളാരംകുന്നിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബന്ധുക്കളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരനായിരുന്നു ജെൻസൺ. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് ചേർന്നു. സുർജിത്ത്, സകലതും മണ്ണാഴങ്ങളിലേക്ക് പോയ ശ്രുതിയെ അറ്റുപോകാതെ ചേർത്ത് പിടിച്ചതാണ് ജെൻസൺ. ആ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ശ്രുതി വീണ്ടും ഒറ്റയ്ക്കാകുന്നു. ശ്രുതിയെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് പോലും നമുക്ക് ചിന്തിക്കാനാകുന്നില്ല. എപ്പോഴായിരുന്നു മരണം? തുടർ നടപടികൾ എന്തൊക്കെയാണ്? സംസ്കാരമടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാണോ? വിവരങ്ങൾ സുഹൈൽ, ഏറ്റവും സങ്കടകരമായ വാർത്ത, ഏറ്റവും ദുഃഖഭരിതമായ വാർത്ത അതാണ് ഈ ജെൻസന്റെ വിടവാങ്ങൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന് 8:57 രാത്രി 8:57 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൂപ്പൻസ് മെഡിക്കൽ കോളേജിലായിരുന്നു ജെൻസൺ ചികിത്സയിലുണ്ടായിരുന്നത്. ഇന്നലെയാണ് ഇങ്ങനെ ഒരു നടുക്കമുണ്ടാക്കുന്ന ഒരു അപകടം ഉണ്ടായത്. ഈ അപകടം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് വെള്ളാരംകുന്നാണ്. കൽപ്പറ്റയ്ക്കും ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലത്തിനും ഇടയിലാണ് ഈ മേഖല. അതൊരു അപകടകരമായ വളവാണ്. അവിടെ ഒരു സ്വകാര്യ ബസ്സുമായി ഇവർ സഞ്ചരിച്ചിരുന്ന ജെൻസനും ശ്രുതിയും ഉൾപ്പെടെയുള്ള 9 പേർ സഞ്ചരിച്ചിരുന്ന ഒമ്നി വാൻ ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ആ ഇടിച്ചതിനെ തുടർന്ന് ഇതിന്റെ പുറകുഭാഗം വരെ തുറക്കുന്ന ഒരു നിലയാണ് ഉണ്ടായത്. ഇതിനുശേഷം നേരെ ഇവരെ എല്ലാവരെയും ഈ വെട്ടിപ്പൊളിച്ച്, അതായത് വാൻ വെട്ടിപ്പൊളിച്ചാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇവരെ എത്തിച്ചത്. ഇവിടെ നിന്നും ജെൻസനെ മാത്രം പരിക്ക് ഗുരുതരമായതിനാൽ നേരെ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് ഈ മരണത്തിലേക്ക് നയിച്ചത്. പരിക്ക് എന്ന് പറയുമ്പോൾ അത് ആന്തരിക രക്തസ്രാവം വലിയ അളവിലുണ്ടായിരുന്നു. തലച്ചോറിന്റെ ഒരു ഭാഗം 1.5 സെന്റിമീറ്ററോളം മാറിയ നിലയിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഒരു കോമ സ്റ്റേജിലേക്ക് അദ്ദേഹം പോയിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് വിദഗ്ധമായ രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കിയെങ്കിലും അത് മരുന്നുകളോട് പ്രതികരിക്കാത്ത വിധത്തിലേക്ക് ശരീരം മാറുന്ന നില ഉണ്ടായി. അതേ തുടർന്ന് വൈകിട്ടോടുകൂടി ഈ മസ്തിഷ്ക മരണം സംഭവിച്ചു. പിന്നീട് വെന്റിലേറ്റർ മാറ്റുകയായിരുന്നു. മരണം സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് 8:57 കൂടിയാണ്. ഏറ്റവും ഒടുവിൽ വയനാട് പ്രേക്ഷക സമ്മേളനത്തിൽ, വയനാടിന് കരുതലാകുന്ന 24ന്റെ പ്രേക്ഷക സമ്മേളനത്തിൽ ഈ ഇരുവരും എത്തിയതാണ്. ഇരുവരും എത്തി വിശദമായ രീതിയിൽ തന്നെ നമ്മളോട് കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവച്ചതാണ്. അവരുടെ തുടർ ജീവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പങ്കുവച്ചതാണ്. അതുമാത്രമല്ല, നേരത്തെ ഇവരുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും നമ്മൾ നൽകിയിരുന്നു. ആ വാർത്തയിലെല്ലാം തന്നെ വളരെ ഹൃദയവായ്പോടുകൂടി ശ്രുതിയെ ചേർത്ത് പിടിച്ച ആളാണ് ജെൻസൺ. തിരിച്ചു വരാം. ഇപ്പോൾ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് പരക്കാർ നമ്മോടൊപ്പം ചെയ്യുന്നു. ഷംഷാദ്, വാർത്ത അറിഞ്ഞെന്ന് മനസ്സിലാക്കുന്ന അതീവ ദുഃഖകരമായ കാര്യമാണ്. ചേർത്ത് പിടിച്ചവർ ഒരാൾ കൂടി പോകുന്നു, ശ്രുതി വീണ്ടും തനിച്ചാകുന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ അങ്ങേറ്റം സങ്കടകരമായ വാർത്തയാണ്. ജെൻസന്റെ മരണത്തെ എങ്ങനെ അനുസ്മരിക്കുന്നു ഷംഷാദ്? വല്ലാത്തൊരു പ്രതിസന്ധിയാണ് നമുക്ക് എല്ലാവർക്കും. ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ ജെൻസന്റെ അപകടം നടന്ന സമയം മുതൽ ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നതും അവിടെ നിന്ന് നിരന്തരം ബന്ധപ്പെടുകയും എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്തു. ഇന്ന് രാവിലെ നമ്മൾ നേരിട്ട് തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ ജെൻസന്റെ ബ്രദർ ജെയ്സൺ, അച്ഛൻ, ഫാമിലി ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരെയും കണ്ടു. രാവിലെ തന്നെ നമുക്ക് ഏകദേശം ഒരു മെഡിക്കലി ക്രിട്ടിക്കലാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായി. പക്ഷെ അത് അവരോടൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്തു. പക്ഷെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വരുമ്പം ജെൻസന്റെ ബ്രദർ പറഞ്ഞത് എല്ലാവരും ജെൻസന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പൊ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കും എന്നുള്ളതാണ് ജെയ്സൺ പറഞ്ഞത്. ആ ഒരു പ്രതീക്ഷയാണ് നമ്മൾ തിരിച്ചു വരുമുണ്ടായത്. അപ്പൊ നമ്മൾ ജെയ്സനോട് പറഞ്ഞതും അതാണ്. നിങ്ങൾ എത്ര കാലമാണോ ആവശ്യപ്പെടുന്നത് അത്രയും സമയം നമ്മളെല്ലാ സൗകര്യവും ചികിത്സയ്ക്ക് നൽകും. അതിനെന്ത് നമുക്ക് ചെയ്യാം. ഒരു അത്ഭുതം തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്, ഡോക്ടർമാരും എല്ലാവരും. പക്ഷെ വൈകുന്നേരത്തോടു കൂടി ജെൻസൺ പോയി. ഇനി ശ്രുതിയാണ്. ശ്രുതിയുടെ ഉരുൾപൊട്ടലിൽ നിന്ന് ശ്രുതി റിക്കവറി ചെയ്തതിന്റെ ഏക റീസൺ എന്ന് പറയുന്നത് ജെൻസന്റെ വലിയ സാന്നിധ്യമാണ്. ജെൻസൺ കൃത്യമായി ശ്രുതിയോടൊപ്പം നിന്നു. ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം നോക്കി ശ്രുതിയെ ചേർത്ത് പിടിച്ചത് ജെൻസനാണ്. അവിടെ നിന്ന് ഇനിയിപ്പോ ശ്രുതി ഒറ്റയ്ക്കാണ്. ശ്രുതി എങ്ങനെയാണ് ശ്രുതിയോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നും ശ്രുതിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നും ആർക്കും ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയാണ് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നത്. ശ്രുതിയെ അങ്ങനെ ഇനി ഒറ്റയ്ക്കാക്കാനും പറ്റില്ല. ഒറ്റയ്ക്കായി ശ്രുതി. ഇപ്പൊ ജെൻസൺ അടിക്ക് ചാനലിലൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാനുള്ളിടത്തോളം കാലം ശ്രുതിക്ക് എല്ലാവരും ഉണ്ട്, പക്ഷെ ഞാനില്ലാതായാൽ ശ്രുതിക്ക് ആരാണെന്നുള്ള ചോദ്യമൊക്കെ ജെൻസൺ ചോദിക്കുമായിരുന്നു. അത് പല 24ന്റെ ഒക്കെ സമയത്തും ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ജെൻസൺ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്. അതിങ്ങനെയൊക്കെ ആയി മാറും എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ഇതൊരു പ്രതിസന്ധിയാണ്. ഇതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ ശ്രുതിയെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം പെട്ടെന്നാണ്, ജെൻസന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം, ജെയ്സനെയും അച്ഛനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ രാവിലെ അവരെ കണ്ടപ്പോൾ മുതൽ നമുക്കുണ്ടായൊരു പ്രയാസമുണ്ട്.
അപ്പൊ അവരൊക്കെ ഒരു വലിയ പ്രതീക്ഷയിൽ എന്തെങ്കിലും സംഭവിക്കും, ഒരു അത്ഭുതം എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർമാരൊക്കെ വിളിച്ച് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ആ പ്രതീക്ഷ അവർക്കുണ്ട്. അതിൽ ജെയ്സൺ പറഞ്ഞൊരു കാര്യം അതാണ്, ജെൻസന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മാത്രമല്ലല്ലോ, എത്രയോ ആളില്ലേ, അപ്പൊ ജെൻസൺ എന്തായാലും തിരിച്ചു വരും തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ശരി, പ്രതീക്ഷയായിരുന്നു. ശംഷാദ് വരക്കാരാണ് നമ്മോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കേരളക്കരയാകെ വാർത്ത അറിഞ്ഞവരാകെ, ശ്രുതിയെ ജെൻസനെ അറിഞ്ഞവരാകെ പ്രാർത്ഥിച്ചതാണ് തിരിച്ചു കിട്ടണമേ, ശ്രുതിക്ക് കൂട്ടുണ്ടാകണേ. പക്ഷേ പ്രാർത്ഥനകൾ വിഫലമാകുന്നു. ജെൻസൺ മടങ്ങുന്നു, ശ്രുതിയെ തനിച്ചാക്കി. ഉരുൾപൊട്ടലിൽ സകലതും നഷ്ടപ്പെട്ട എല്ലാ മണ്ണാഴങ്ങളിൽ പോയപ്പോഴും ചേർത്ത് പിടിച്ച് അറ്റുപോകാത്ത ബന്ധമായിരുന്നു ജെൻസൺ. ക്യാമ്പുകളടക്കം നേരിട്ട് കണ്ടതാണ്. ജെൻസൺ എത്തി ശ്രുതിക്ക് കരുത്താകുന്നു. പക്ഷേ ആ കരുത്തിന് ഇല്ലാതാകുന്നു സുർജിത്ത്. എങ്ങനെ, ഏത് വാക്കുകൾ വെച്ച്, എത്ര പരിമിതികളുണ്ട് നമുക്ക് ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ? സുർജിത്ത്, കാരണം നേരത്തെ സംഷാദ് മരക്കാർ സൂചിപ്പിച്ച പോലെ തന്നെ ശ്രുതിക്ക് കൂട്ട് ജെൻസൺ ആയിരുന്നു. ആ ജെൻസൺ ഇന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം എങ്ങനെ ശ്രുതിയെ അറിയിക്കുമെന്നുള്ളത് വലിയ അത്തരത്തിൽ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ബന്ധുക്കൾ അടക്കമുള്ളത്. ആ കുട്ടി ഈ കൽപ്പറ്റ ലിയോ ആശുപത്രിയിലാണ് ഉള്ളത്. ആ കുട്ടിയുടെ കാലിന് വലിയ രീതിയിൽ ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിന്റെ ശസ്ത്രക്രിയ അടക്കം പൂർത്തിയായ ഒരു ഘട്ടം കൂടിയാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇത് അറിയിക്കുക എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കുട്ടിയെ ഇതുവരെ കുടുംബം അറിയിച്ചിട്ടില്ല. എന്താണ് ഈ ജെൻസന്റെ ഒരു അവസ്ഥ എന്ന് സംബന്ധിച്ച് കുട്ടിയോട് വിവരം ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്നത്. ഇനി മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണ്. നാളെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ മേപ്പാടി പോലീസ് സ്വീകരിക്കുക. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അദ്ദേഹം നേരെ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെത്തിക്കും. താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. ഇതിനുശേഷം ആണ്ടൂരിൽ ആണ് പൊതുദർശനം ഉണ്ടാവുക. ഇത് അമ്പലവയൽ തോമാട്ടുചാൽ ഭാഗത്താണ് ഈ ആണ്ടൂർ എന്ന് പറയുന്ന പ്രദേശം. അവിടെയാകും ഈ പൊതുദർശനം ഉണ്ടാവുക. അത് വീട്ടിലാണോ ഓഡിറ്റോറിയത്തിലാണോ എന്ന് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട തീരുമാനം പിന്നീട് ഉണ്ടാകും. സംസ്കാരം നടക്കുക ഈ ആണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലാകും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും വല്ലാത്ത ഒരു ദുരന്ത കാഴ്ചയായിരുന്നു ഇന്നലെ. ഓംനി വാൻ അത്രമാത്രം വലിയ രീതിയിലുള്ളൊരു ഇടി തന്നെയാണ് അവിടെ സംഭവിച്ചത്. വെള്ളാരംകുന്ന് പ്രദേശത്ത് ഇന്നലെ പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് അതിന്റെ ഒരു നടുക്കുന്ന രീതിയിലുള്ള ദൃശ്യം തന്നെയാണ്. കാരണം ഇതിനുശേഷം ഈ കുടുംബത്തെ മുഴുവൻ ഉരുളെടുത്തപ്പോഴും പതരാതെ ആ വേദനകൾ പതിയെ പതിയെ അതിജീവിച്ച് ജെൻസനോടൊപ്പം ജീവിച്ചു തുടങ്ങി. പഴയ കാര്യങ്ങളിൽ അധികം സങ്കടപ്പെടാതെ മുന്നോട്ട് കുതിക്കാൻ, മുന്നോട്ട് പോയാൻ ശ്രമിക്കവേ ഇതാ ശ്രുതിയെ വീണ്ടും തനിച്ചാക്കി ജെൻസനും കൂടി മടങ്ങുന്നു. വാക്കുകൾക്ക് പരിമിതിയുണ്ട് എങ്ങനെ ശ്രുതിയെ ആശ്വസിപ്പിക്കണമെന്ന കാര്യത്തിൽ. ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.